പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരവസരം തന്നിരിക്കുക. ഇത് പാഴാക്കി കളയരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങൾ കർത്താവിനെ എത്രമാത്രം സ്തുതിക്കാമോ അത്രമാത്രം സ്തുതിക്കണം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞ് സന്തോഷത്തോടൊന്ന് സ്തോത്രം. ഞാൻ കൈകളൊക്കെ ഒന്ന് വീശിയിട്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കൈകൾ ഉയർത്തി പറ, കൈകൾ ഉയർത്തി പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഈ കൈ ഉയർത്തുന്നതിന് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം തിരുവഴുത്തിൽ പറയുന്നുണ്ട്, കൈകളെ ഉയർത്തുവിൻ എന്നാണ് പറഞ്ഞു. പലർക്കും കൈ ഉയർത്തുന്ന ഒരു മാനക്കേടായിട്ട് തോന്നും. ചിലർക്കൊക്കെ കൈ ഉയർത്തുന്ന ഒരു ബുദ്ധിമുട്ടാണ്, വേദന. കൈ ഉയർത്തി ആരാധിച്ചോ, ഒരിക്കലും കൈക്ക് ദോഷം വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത് ഓർത്തിട്ട് ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, പുരുഷന്മാർ തങ്ങളുടെ വിശുദ്ധ കൈകളെ ഉയർത്തി വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ കൈ ഉയർത്തി ആരാധിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. അത് തിരുവെഴുത്താണ് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിനായിട്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. വാഹനങ്ങളെ നിയന്ത്രിച്ചതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നമ്മളെ വിടുവിച്ചതിന് സ്തോത്രം. ശത്രു ഒരുക്കിയ പല കെണികളുണ്ടായിരുന്നു, അതിനകത്തുനിന്നൊക്കെയും കർത്താവ് നമ്മളെ അത്ഭുതകരമായി വിടുവിച്ചതിന് കൈകൾ ഉയർത്തി ഒന്നുകൊണ്ടെന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ലവണ്ണം ഉറങ്ങാൻ കർത്താവ് കൃപ തന്നില്ലേ? നിങ്ങൾ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയോ? കർത്താവിന് എത്ര സ്തോത്രം പറഞ്ഞാൽ ഒക്കും. കാരണം അനേകർക്ക് ഉറങ്ങാൻ കഴിയാതിരുന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഉറക്കം തന്നില്ലേ? ആ കൈ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറ. അനേകർ കിടന്നുറങ്ങി, പക്ഷെ ഉണർന്നില്ല. അനേകർ പല ബുദ്ധിമുട്ടുകളിലായിപ്പോയി. കൃപയാൽ നമുക്ക് ഉണരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അങ്ങനെയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ്, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങ് എന്നെ ഉണർത്തിയത്, അങ്ങ് എന്നെ എഴുന്നേൽപ്പിച്ചത്, ഞാനതിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുകയും നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും കർത്താവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിന് വീണ്ടും കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 139 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് എന്നെ മെടഞ്ഞു. 14 ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അപ്പം ഭയങ്കരവും അതിശയകരമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചു, സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നു, സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തി, സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി അങ്ങയുടെ മഹിമയ്ക്കകത്ത് ഞങ്ങളെ കൊണ്ട് നടക്കുന്നതിന് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുക കർത്താവെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദിവസം ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇവരെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ഇവരുടെ മേൽ അങ്ങയുടെ വലിയ ഫേവർ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഇവരുടെ മേൽ അങ്ങയുടെ വലിയ ഗ്രേസ് ഉണ്ടാകട്ടെ. ഇവരുടെ മേൽ അങ്ങയുടെ സമാധാനം നിറഞ്ഞു കവിയട്ടെ. ഇവർ ഏത് വിഷയത്തിൽ ഇവരുടെ ഹൃദയത്തിനകത്ത് ഭാരമുണ്ടോ, നിരാശയുണ്ടോ, അതൊക്കെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വർഗീയ സമാധാനത്താൽ നിറയട്ടെ. സ്വർഗീയ പ്രത്യാശയാൽ ഇവർ നിറയട്ടെ. സ്വർഗീയ സന്തോഷം ഇവരുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ. കർത്താവേ, ദൈവരാജ്യത്തിലെ സന്തോഷം അൺസ്പീക്കബിൾ ജോയ് ആണല്ലോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ അൺസ്പീക്കബിളായ ജോയ് ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. എല്ലാ ട്യൂമറുകളും അപ്രത്യക്ഷമായി പോകട്ടെ. എല്ലാ ട്യൂമറുകളും അപ്രത്യക്ഷമായി പോകട്ടെ. തൈറോയിഡിലുണ്ടെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ബ്രസ്റ്റിലുണ്ടെന്ന് പറയുന്നത്, കിഡ്നിയിലുണ്ടെന്ന് പറയുന്നത്, അങ്ങനെ എന്തു തന്നെയായാലും ശരീരത്തിൻ്റെ എവിടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നസ്രയനായ യേശുവിൻ നാമത്തിൽ ആ ട്യൂമറുകൾ വേരോടെ പറഞ്ഞ് ചാടിപ്പോകാൻ കൽപ്പിക്കും. പൂർണ്ണ സൗഖ്യം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ വഴികളെ തുറക്കണമേ. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ പോകുന്നവരെ വിടുവിക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മഹിമ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. കർത്താവ്
കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവെ, വൈകിട്ടത്തെ നമ്മുടെ മീറ്റിംഗ് ഏറ്റവും ബ്ലസ്ഡായി തീരുവാൻ സഹായിക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമുക്കൊരു അസാധാരണമായ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കണം. നിങ്ങൾ ഇതുവരെ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളെന്നും പങ്കെടുക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ സമയം നേരത്തെ പങ്കെടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ തന്നെ ഒരു അലാം സെറ്റ് ചെയ്യാം, ഒരു റിമൈൻഡർ വെക്കാം. ഇന്ത്യൻ സമയം 9:30 കർത്താവ് അനുവദിച്ചാൽ ആരംഭിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കാം. സെയിം ടൈമിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത ടെസ്റ്റ് മണികൾ, അത്ഭുതങ്ങൾ അറിയിച്ചാൽ അത് നമുക്ക് കേൾപ്പിക്കാൻ കഴിയും. പ്രാർത്ഥിക്കണമെന്ന് പകൽക്കാലം അനേകരോട് പറയുകയും ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ജോൺ 1:13 അവിടെ പറയുന്നു, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഒരു ആൾ വീണ്ടും ജനനം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന വചനമാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആരെന്നില്ല, ഏവർക്കും എന്താ അധികാരം കൊടുത്തിരിക്കുന്നത്? ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അല്ല, അവർ ദാസന്മാരാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ ഒരു വ്യക്തി കൈക്കൊണ്ടാൽ, യേശുവിനെ ഒരു വ്യക്തി സ്വീകരിച്ചാൽ ആ വ്യക്തി ആരായി മാറും? ദൈവമകനായി മാറും, ദൈവമകളായി മാറും. അതായത് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം ആ വ്യക്തിയുടെ അപ്പയായി മാറും, പിതാവായി മാറും, ഡാഡിയായി മാറും, പപ്പയായി മാറും, അച്ചായനായി മാറും. അതായത് മക്കളായി മാറുക. ഇത് ഒരു ചെറിയ പ്രക്രിയയല്ല, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നല്ല. അതിനാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത് അതെങ്ങനെ സംഭവിക്കും. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല. ഇത് മൂന്നും ഉണ്ടാകണം ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ. എന്നാൽ ഇത് മൂന്നിനാലുമല്ല. പിന്നെയോ അവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ പുരുഷനിൽ നിന്ന് ജനിക്കുമ്പോൾ ആ വ്യക്തിയിൽ DNA ഉണ്ടാകും. ആ കുഞ്ഞിനകത്ത് ആരാ ജനിപ്പിച്ച ആളുടെ DNA ഉണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ ആരിൽ നിന്ന് ജനിച്ചു? നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു. എപ്പോഴും ധൈര്യസമേതം വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. സോ എൻ്റെ അകത്തുള്ളത് ആരുടെ DNA ആണ്? ദൈവത്തിൻ്റെ DNA ആണ് എൻ്റെ അകത്തുള്ളത്. അത് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് പ്രഖ്യാപിക്കാൻ പറ്റും? എൻ്റെ അകത്തുള്ളത് ദൈവത്തിൻ്റെ DNA ആണ്. മനുഷ്യൻ്റെ DNA ഉള്ള വ്യക്തി ആ മാനുഷികമായ രീതിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ DNA ആണ്. അതായത് ഞാൻ എവിടുന്ന് ജനിച്ചു? അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ഇവിടെ പറയുക, മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, പിന്നെ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, പിന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനമെന്ന ബീജം, അതിനകത്തൂടാണ് ഒരു ദൈവ പൈതലിലേക്ക് ദൈവത്തിൻ്റെ DNA ആണ് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ ബോധ്യം, അല്ലെങ്കിൽ ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ DNA ഉണ്ട്. എൻ്റെ അകത്ത് എന്തുണ്ട്? എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ DNA ഉണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ് എന്ന വലിയ തിരിച്ചറിവുണ്ടാകും. ഇതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല. അബ്ബ എന്ന് പറഞ്ഞാൽ അരാമിക് വാക്കിൽ ഏറ്റവും ഒരു പിതാവിനെ ഏറ്റവും വാത്സല്യത്തോടെ വിളിക്കുന്ന വാക്കാണ്. അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചു. അപ്പോൾ നമുക്ക് DNA, ദൈവത്തിൻ്റെ DNA നമ്മുടെ അകത്ത് വന്നു. നമ്മുടെ അകത്ത് പുത്രത്വത്തിൻ്റെ ആത്മാവ് വന്നു. അതുകൊണ്ടാണ് അടുത്ത വാക്യം പറയുന്നത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറഞ്ഞു. എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ദൈവത്തിൻ്റെ മകനാ, നീ ദൈവത്തിൻ്റെ മകളാ, നീ ദൈവത്തിൻ്റെ മകനാ, സാക്ഷ്യമാ, നീ വീണ്ടും ജനനം പ്രാപിച്ചതാ, നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ DNA ആണുള്ളത്. എപ്പോഴും പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ തോറ്റു പോകത്തില്ല, നീ തളർന്നു പോകേണ്ട ആവശ്യമില്ല, നീ പരാജയപ്പെട്ടു പോകാനുള്ളതല്ല, നീ മുന്നേറുവാനുള്ളവനാണ്, നീ ഉയർച്ച പ്രാപിക്കുവാനുള്ളവനാണ്, നീ ചൂരച്ചൻ്റെ അടുത്ത് തണലിൽ കിടന്നുകൊണ്ട് മതി കർത്താവേ എന്ന് പറയാനുള്ളവനല്ല, നീ മുന്നേറുവാൻ ദൈവം നിന്നെ വിളിച്ചതാണ്, നീ ഉയരുവാൻ ദൈവം നിന്നെ വിളിച്ചതാണ്, നീ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരാനുള്ളവനാണ്. കാരണം നിൻ്റെ അകത്തുള്ളത് ദൈവത്തിൻ്റെ DNA ആണ്, നിൻ്റെ ഉള്ളിലുള്ളത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. നീ താഴോട്ടല്ല, നീ മുന്നോട്ട് പോകാൻ ദൈവം നിന്നെ വിളിച്ച ഈ വലിയ ബോധ്യം
ഓരോ ദൈവ പൈതലിൻ്റെ അകത്തുണ്ടാകണം. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇതേ കാര്യമാണ്. മോനെ, നീ ദൈവ പൈതല, നീ മുന്നേറും, നീ ഉയർച്ച പ്രാപിക്കും, നീ അനുഗ്രഹം പ്രാപിക്കും. നിനക്കൊന്നും അസാധ്യമായി തീരത്തില്ല. കാരണം നിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ DNA ഉള്ളത്. ഇതൊന്നും ധ്യാനിക്കണം ഇന്ന് പൽക്കാലം. ഇന്നത്തെ പൽക്കാലം നടപ്പിലും ഇരുപ്പിലും എല്ലാം പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ DNA ആണ്. ഇത് തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ പകൽക്കാലം ഒരു അത്ഭുത വിഷയമാക്കി മാറ്റും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും, എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. കൈ ഉയർത്തി പറ, ഞാൻ ദൈവ പൈതലാണ്, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ DNA ഉണ്ട്, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവാണ് വന്നിരിക്കുന്നത്. ഞാൻ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഇത് തന്നെ ഇന്ന് പറയണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.